നമ്മുടെ നിഷ്പക്ഷ പണിക്കർ, നീതി പണിക്കർ, സത്യപണിക്കർ, ശ്രീജിത്ത് പണിക്കർ ഇടയ്ക്കിടെ ഫേസ്ബുക്കിലും അല്ലാതെ പോസ്റ്റിട്ടുമൊക്കെ പുള്ളി ചില സന്തോഷങ്ങൾ, പ്രധാനമായും മുസ്ലിം വിരോധവും അതുപോലെ കോൺഗ്രസിൻ്റെ തോൽവിയും എസ്പെഷ്യലി രാഹുൽ ഗാന്ധിയുടെ തോൽവിയുമൊക്കെ വല്ലാണ്ട് ആസ്വദിച്ച് അർമാദിക്കുന്ന ഒരാളാണ്. നമ്മളിലെ ചന്ദനത്തിരിയുടെ പരസ്യവാചകം പറയുന്നത് പോലെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ പണിക്കർക്കും അതുപോലൊക്കെ തന്നെ പ്രാർത്ഥിക്കാനും ചെയ്യാനുമൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. പണിക്കർക്കറിയാം എവിടെയാണ് പണിക്കർ മൗനം പാലിക്കേണ്ടതെന്നും എപ്പോഴാണ് പണിക്കർ എപ്പോഴാണ് പണിക്കർ മിണ്ടേണ്ടതെന്നും നന്നായി അറിയാം. അതിൽ മാത്രമേ പണിക്കർ പറയൂ, മിണ്ടൂ. ഒരു ചെറിയ ഉദാഹരണത്തിന് പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയത്തിൽ പണിക്കർ പ്രതികരിച്ചു. ഹിജാബ് ഇസ്ലാമിലില്ല എന്നുവരെ മൗലാന അൽ ഖുദ്ദൂസുൽ ബുദ്ദൂസുൽ ശ്രീജിത്തുൽ പണിക്കറുൽ ഹവാബിയുൽ ഖുറാവി എന്ന് നമ്മളെ തോന്നിപ്പിക്കും വിധം പുള്ളി ചർച്ചയിൽ പറഞ്ഞു. അങ്ങനെ ഹിജാബ് എന്ന് എവിടെങ്കിലും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം ഷെർവാനി എന്നോ മറ്റോ പറയുന്ന ഒരു സിനിമാ നടി എഴുതിയിരുന്നത് പോലെ നിങ്ങളൊരാൾ ഭീകരവാദിയൊന്നും ആകണമെന്നില്ല. ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഒരു മുസ്ലിം പേരും അതിൻ്റെ ഒരു എക്സിസ്റ്റൻസും മാത്രം മതി നിങ്ങളെ വിദ്വേഷിക്കാൻ. വേറൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇടത്തോട്ട് വളഞ്ഞാലും വലത്തോട്ട് വളഞ്ഞാലും എല്ലാം പ്രശ്നമാണ്. 10-25 കൊല്ലം മുമ്പ് ഈ മതത്തെ ചീത്ത പറഞ്ഞ് ഇറങ്ങിപ്പോയ സുലൈമാൻ എന്ന മാരിയോ ജോസഫ് പോലും ഇപ്പോഴും പറ്റുമുക്കി കിടക്കുന്നത് പഴയ പേരില്ല, വിവാദമായപ്പോഴേ. അങ്ങനത്തെ പുതിയ ഇന്ത്യയിലാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ എഴുതി വിടുന്നത്. എന്നാൽ നിങ്ങൾ കണ്ടോ, പണിക്കർ നമ്മുടെ ഗോകുലം സ്കൂളിലെ ശബരിമല വിഷയം വന്നപ്പോൾ പണിക്കർ വല്ല വീഡിയോയും ഇട്ടോ ശകുന്തളേ? ഇടത്തില്ല പണിക്കർ. മറ്റേതിന് അഭിപ്രായമുണ്ട്, ഇതിന് അഭിപ്രായമില്ല. അതാണ് പണിക്കരുടെ ഒരു പ്രത്യേകത. പണിക്കർ ഇടയ്ക്കിടെ, ഇപ്പം ഞാൻ പറയാൻ വന്നത് ഇതല്ല, പണിക്കർ ഇടയ്ക്കിടെ പറയും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കോടതി പോകാത്തതെന്താ? 45 ദിവസത്തിനകം ഇലക്ഷൻ കമ്മീഷൻ്റെ ചട്ടപ്രകാരം 13 പ്രകാരം 33A പ്രകാരം 2AB B² പ്രകാരം A² + 2AB + B² എന്നൊക്കെ പറഞ്ഞ് ചട്ടവും ന്യായവും ഒക്കെ ഉദ്ധരിച്ച് ആവേശം കൊള്ളിക്കും. എന്തൊത്തിനാണ് പണിക്കരെ കോടതി പോകേണ്ടത്? കോടതി പോയ കാര്യങ്ങളെ സംബന്ധിച്ച് വല്ലതും പണിക്കർക്ക് വല്ല ചിന്തയുണ്ടോ? ഒരു ലിസ്റ്റ് തന്നെയുണ്ട് കോടതിയിൽ പോയതിൻ്റെ കണക്കുകൾ. അത് വല്ല ഫലവും ഉണ്ടാക്കിയോ? ആധാർ കേസിൽ കോടതിയിൽ പോയി, ട്രിപ്പിൾ തലാഖിൽ കോടതിയിൽ പോയി, റഫേൽ ഡീലിൽ കോടതിയിൽ പോയി, ഡീമോണിറ്റൈസേഷന് കോടതിയിൽ പോയി, EVMൻ്റെ വിഷയത്തിൽ കോടതിയിൽ പോയി, GST വിഷയത്തിൽ കോടതിയിൽ പോയി, പൗരത്വ ഭേദഗതിയിൽ കോടതിയിൽ പോയി, റാം മന്ദിർ കേസിൽ കോടതിയിൽ പോയി, പെഗാസസ് കേസിൽ കോടതിയിൽ പോയി, ഗുജറാത്ത് റൈറ്റിൽ കോടതിയിൽ പോയി, സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൽ കോടതിയിൽ പോയി, PMLAയിൽ കോടതിയിൽ പോയി, ഊപ്പയിൽ കോടതിയിൽ പോയി, CBIയുടെയും എൻഫോഴ്സ്മെൻറ്റിൻ്റെയും അന്വേഷണം ശ്രദ്ധിക്കുന്നതിനെ സംബന്ധിച്ച് കോടതിയിൽ പോയി, PM കെയർ ഫണ്ടിനെ കുറിച്ച് കോടതിയിൽ പോയി, ആർട്ടിക്കിൾ 370 കോടതിയിൽ പോയി, അദാനി കേസിനെ കുറിച്ച് കോടതിയിൽ പോയി, പിന്നെ വഖഫ് കേസിനെ കുറിച്ച് കോടതിയിൽ പോയി. ഇതുകൂടാതെ ഈ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളെക്കുറിച്ചും പല ഘട്ടങ്ങളിലായി കോടതിയിൽ പോയി. എന്നിട്ട് എന്തെങ്കിലും നടന്നോ ശകുന്തളെ? എന്താ നടക്കുന്നതെന്നറിയാമോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഹാൽ എന്ന് പറയുന്ന സിനിമയിൽ നടന്നത് കേട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ആമുഖമായി ആദ്യം എടുത്തിട്ട് അലക്കൊക്കെ അലക്കും. എന്താണ് ഈ സിനിമയെ നിയന്ത്രിക്കാൻ നിങ്ങൾ കാണിക്കുന്നത്? ഇങ്ങനെ രാജ്യത്തെ നിയന്ത്രിക്കാൻ പാടുണ്ടോ? അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടുണ്ടോ? നിങ്ങൾ എന്താണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വിധി വരുമ്പോൾ ചില കേന്ദ്രങ്ങൾ പറയുന്ന ആവശ്യങ്ങളെല്ലാം അതങ്ങ് വെട്ടിക്കളഞ്ഞേരെ, ഇതങ്ങ് വെട്ടിക്കളഞ്ഞേരെ, അതങ്ങ് ഒഴിവാക്കിയേരെ, ഈ തരത്തിൽ വരും പല വിധികളും. സോഫിയ ഖുറേഷി, അവരെ തീവ്രവാദിയുടെ സഹോദരി എന്ന് വിളിച്ച മധ്യപ്രദേശിലെ ഒരു മന്ത്രിയുണ്ട് പണിക്കരെ. സുപ്രീം കോടതി അലക്കി ഉടൻ തന്നെ കേസെടുക്കണം. മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച്, സീനിയർ ജഡ്ജിൻ്റെ ബെഞ്ച് വിധിച്ചു ഇയാൾക്കെതിരെ ഉടൻ കേസെടുത്ത് FIR ഇടണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പറഞ്ഞ ജഡ്ജിയുടെ സ്ഥിതി എന്തായെന്നറിയാവോ പണിക്കരെ? അയാളെ എടുത്ത് അഹമ്മദാബാദിലോട്ടെങ്ങാണ്ട് മാറ്റി. അതിനെക്കുറിച്ചാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് സ്ഥലം മാറ്റത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് അയാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതെന്ന്. അല്ലെങ്കിൽ അയാൾ സീനിയർ ജഡ്ജാണ്, വേറെ ഏതെങ്കിലും കോടതിയിലേക്ക് വന്നാൽ അയാൾ ചീഫ് ജസ്റ്റിസ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മാറ്റിയത് എന്ന് വാർത്ത എല്ലാവരും പറഞ്ഞു. എന്നിട്ട് വല്ല ഫലവും ഉണ്ടായോ? ഡൽഹിയിൽ ഒരു ജസ്റ്റിസ് പറഞ്ഞിരുന്നു, ഡൽഹി റൈറ്റ് വന്നപ്പം ഇവരുടെ ആരെക്കുറിച്ചും അന്വേഷിക്കാത്ത എന്താ, ഇവർക്കെതിരെ കേസെടുക്കാത്ത എന്താന്ന്. ഒന്ന് ഉറങ്ങി തെളിഞ്ഞപ്പോൾ അയാൾ എവിടെ പോയെന്നറിയാമോ? ഹരിയാന കോടതിയിലേക്ക്, അവിടുത്തെ എന്താ പറയുന്നൊരു പേര് ഞാൻ മറന്നുപോയി, ആ കോടതിയിലേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റി. വല്ല രക്ഷയുണ്ടോ? ഈ സോഫിയ ഖുറേഷിയുടെ മന്ത്രിക്കെതിരെ എന്തെങ്കിലും നടപടി വന്നോ? അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയോ? എന്നിട്ട് പണിക്കർ വിടിരുന്ന് അങ്ങ് തള്ളുക. കോടതി പോകാത്ത എന്താണെന്നാണ് ചോദിക്കുന്നത്. കോടതി പോയ ഒരു വാർത്ത ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ പണിക്കരെ. ഇത് പണിക്കർ കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, കാരണം പണിക്കർക്ക് ഇതൊക്കെ അറിയാം. പണിക്കർ പിന്നെ കൊട്ടേഷൻ വെച്ച്
പണിക്കരടിക്കുന്ന അടിയാണ്. ദേ ഈ വാർത്ത കണ്ടോളൂ. ഈ വാർത്ത ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. ദാദ്രി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റങ്ങൾ പിൻവലിക്കാൻ അപേക്ഷ നൽകി UPA സർക്കാർ. മാതൃഭൂമി വന്നതാണ്. നമ്മുടെ ദാവൂദൊന്നും പറഞ്ഞതല്ല. വീട്ടിൽ ബീഫ് സൂക്ഷിച്ചെന്ന് ആരോപിച്ച് ബിസാഡ ഗ്രാമത്തിൽ വയോധികനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ കേസിൽ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ അപേക്ഷ നൽകി. പ്രാദേശിക BJP നേതാവ് സഞ്ജയ് റാണയുടെ മകൻ വിശാൽ റാണ ഉൾപ്പെട്ട കേസിലാണ് നടപടി. 2015 സെപ്റ്റംബർ 28-നായിരുന്നു സംഭവം. ബിസാഡ ഗ്രാമത്തിലെ മുഹമ്മദ് അഖ്ലാഖാണ് കൊല്ലപ്പെട്ടത്. പശുവിനെ അറുത്തുവെന്നും ബീഫ് വീട്ടിൽ സൂക്ഷിച്ചുവെന്നുമുള്ള അഭ്യൂഹങ്ങളെ തുടർന്ന് ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെയും മകൻ ഡാനിഷിനെയും വീട്ടിൽ നിന്ന് വലിച്ചിഴക്കി പുറത്തിറക്കി ആക്രമിക്കുകയായിരുന്നു. ഡാനിഷ് ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അഖ്ലാഖ് മരിച്ചു. സർക്കാരിൻ്റെ കത്ത് അടുത്തിടെ ലഭിച്ചുവെന്നും കേസ് നിലവിൽ പരിഗണിക്കുന്ന സൂരജ്പൂരിലെ അതിവേഗ കോടതിയിൽ കുറ്റങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചതായി അഡീഷണൽ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് കൗൺസിൽ ഭഗത് സിംഗ് ഭാട്ടിയ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. കേസിൽ പ്രായപൂർത്തിയാകാത്ത 3 പേരുൾപ്പെടെ 18 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 84 ദിവസത്തിനുള്ളിൽ 181 പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പ്രതികളിൽ ഒരാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് മരിച്ചു. പ്രായപൂർത്തിയായ 14 പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയ ശേഷം 2021 മാർച്ച് 26-നാണ് വിചാരണ ആരംഭിച്ചത്. 2022 ജൂണിൽ അഖ്ലാഖിൻ്റെ ഷെസ്തയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ മറ്റു കുടുംബാംഗങ്ങളുടെ മൊഴി ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതൊരു ക്രൂരമായ കൊലപാതകമാണെന്നും കേസ് പിൻവലിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ദുർബലമാക്കുമെന്നും അഖ്ലാഖിൻ്റെ കുടുംബം പ്രതികരിച്ചു. അതേ ഉള്ളൂ. ഇതാണ് ഒരാളിനെ കൊന്നാൽ കോടതിയിൽ പോയാലുള്ള സ്ഥിതി. ഇപ്പോൾ പണിക്കർ പറയുന്ന ഒരു ഭരണ സംവിധാനം, യോഗിയുടെ ഭരണ സംവിധാനം കേരളത്തിൽ വരണം എന്നൊക്കെ പറയില്ലേ, അത് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഇതാണ് ആ ഭരണ സംവിധാനം. തീർന്നില്ല. കണ്ടില്ലേ, ആസാമിലെ ഒരു മന്ത്രി ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. രാജ്യത്ത് വലിയൊരു ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇട്ട പോസ്റ്റാണ്. അതായത് ബീഹാർ കോളിഫ്ലവർ കൃഷി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 1989 ഭഗൽപൂരിൽ ഒരു മുസ്ലിം കൂട്ടക്കൊല നടന്നപ്പോൾ ആ ഡെഡ് ബോഡികളെല്ലാം ഒരു പറമ്പിൽ നിരത്തി കുഴിച്ചിട്ടിട്ട് തെളിവിട്ടാതിരിക്കാൻ വേണ്ടി കോളിഫ്ലവർ കൃഷി ചെയ്തു എന്നാണ് ആ സംഭവം. അതിപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യയിലെ ഒരുപാട് സംഘി ഹാൻഡിലുകളിൽ ഈ കോളിഫ്ലവർ ചിത്രവും കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ എല്ലാവരെയും ഇതുപോലെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല, ആ കൃഷി ഇനിയും വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ആ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് പണിക്കർ കേസിന് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുന്നത്. എന്തൊരു കള്ളപ്പണിക്കരാ പണിക്കരെ. മനസാക്ഷി വേണ്ടേ പണിക്കരെ? മനസാക്ഷി. അത്രയേ ഉള്ളൂ.